മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയും ദുർഗയും ഉണ്ണിയും എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് മഞ്ജുവിന്റെ കടന്നുവരവ്. അവളാണെങ്കിൽ കരുണയ്ക്കും ദുർഗയ്ക്കും കണക്കിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയെയും കാണാനായിട്ട് റൂമിനകത്തേക്ക് പോകുന്നു. അങ്ങനെ മഹിയോട് പറയുകയാണ്, ഇനി ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. ഇവിടെ ഇരുന്നാൽ കുഞ്ഞിന് ഒട്ടും സേഫ്റ്റി ഇല്ല. അതുകൊണ്ട് എടുത്ത് എത്രയും പെട്ടെന്ന് ലേഖേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ പോകണം. ആള് ആകെ വിഷമത്തിലാണെന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്റെ തീരുമാനവും അത് തന്നെയാണെന്ന്. എങ്കിൽ പിന്നെ ഒട്ടും വഴിയേക്കേണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ഇറങ്ങാൻ നേരമാണ് മൂവർ സംഘം അവിടെ ഇരുന്ന് ഓരോ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം കണ്ണനാണെങ്കിൽ ദുർഗയോടും കരുണയോടും ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഇവിടെ കിടന്ന് നീറിപ്പുകയുന്നവർക്ക് തന്നെ പുറത്തേക്ക് പോകാം, ആരും നിങ്ങളെ ഇവിടെ കെട്ടിയിട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി തിരിച്ചടിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും ആട്ടിവിടാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലൊക്കെ പുകച്ച് പുറത്ത് ചാടിക്കണം. അതിന് പുകയാൻ മാത്രം ഞങ്ങൾ ആരും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് കണ്ണനും പറയുന്നു. എന്തായാലും എന്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ സേഫ് അല്ല എന്നും അതുകൊണ്ട് ലേഖയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. ആകെ തകർന്നു പോകുന്ന കരുണയാണെങ്കിൽ തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അവിടെ ഒന്നും അറിയാതെ മുത്തശ്ശിയും പ്രതാപനും കരുണയുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കരുണ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുകയാണ്. നമ്മൾ എല്ലാവരും ഇത്രയും ദിവസം മണ്ടന്മാരാക്കപ്പെടുകയായിരുന്നു. ഉണ്ണിയേട്ടന് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും അയാളെ എല്ലാവരും ചേർന്ന്, ഞാനടക്കം എല്ലാവരും ചേർന്ന് കളിയാക്കി. ഉണ്ണിയേട്ടൻ പറഞ്ഞത് തന്നെ അവസാനം സത്യമായിട്ട് വന്നു. ആ മഹാലക്ഷ്മിയും കണ്ണനും ചേർന്ന് നമ്മളെ ചതിക്കുകയായിരുന്നു അച്ഛാ. മോൾ എന്തൊക്കെയാ പറയുന്നത്? കാര്യം തെളിച്ച് പറയേ. കണ്ണൻ നമ്മളെ എങ്ങനെ ചതിച്ചതാ? മഹാലക്ഷ്മി കണ്ണനല്ലേ ചതിച്ചത്? അല്ല അച്ഛാ, രണ്ടുപേരും ഒരുമിച്ചാണ് നമ്മളെ ചതിച്ചത്. അവർ തമ്മിൽ ഇപ്പോഴും ഭാര്യ ഭർത്തൃ ബന്ധമുണ്ട്. മാത്രമല്ല മഹാലക്ഷ്മിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അത് കണ്ണനാണ്. അയാൾ അയാളും അവളും തമ്മിൽ അങ്ങനെയൊരു കാര്യം ചെയ്തു പോകുമോ എന്ന് നമ്മൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മഹിയുടെ കുഞ്ഞിന്റെ അച്ഛന്റെ അവകാശി അത് കമലേശ്വരത്തിലെ കണ്ണനാണെന്ന് പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും ആകെ ഷോക്കാവുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് മോഹിനിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ മുഖത്താണെങ്കിൽ വല്ലാത്തൊരു അഭിമാനമാണ് ആ നിമിഷം ഉണ്ടാകുന്നത്. ഇത് എങ്ങനെ മോളെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് IVF എന്ന പ്രൊസീജിയർ വഴിയാണ് ഇത്തരം ഗർഭം ധരിച്ചെന്നാണ്. എന്തോ എനിക്കതിലൊന്നും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എങ്കിൽ പിന്നെ മറുത്ത് ചിന്തിക്കാനും കഴിയുന്നില്ല. അങ്ങനെ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അംഗീകരിക്കത്തില്ലല്ലോ. അയാളെന്നല്ല ഏത് ഭർത്താവും അംഗീകരിക്കില്ല. പിന്നെ എങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചത്? IVF പ്രൊസീജിയർ അത് സത്യമായിരിക്കും എന്നൊക്കെ കരുണയാണെങ്കിൽ പ്രതാപനോട് ചോദിക്കുകയാണ്. സത്യമായിരിക്കും മോളെ, കാരണം അത്രയ്ക്കും പണവും മറ്റും ഉണ്ടല്ലോ. ഒരു കുഞ്ഞിന്റെ കുറവ് മാത്രമേ കണ്ണനും മഹാലക്ഷ്മിക്കും ഉണ്ടായിട്ടുള്ളൂ. അത് അവർ നികത്താനായിട്ട് ഈ മാർഗം സ്വീകരിച്ചതായിരിക്കും. പക്ഷെ കണ്ണനിൽ നിന്നും ഇത്തരം ഒരു കൊടും ചതി പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുമ്പും അവർ നമ്മൾ ചതിച്ചിട്ടില്ല അച്ഛാ. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ മണ്ടന്മാരായി. ഇപ്പോഴും അതുപോലെ തന്നെ, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇത് കുറച്ച് അറിയാനായിട്ട് വഴുകിപ്പോയെന്നിങ്ങനെ കരുണ പറയുന്നു. എങ്കിൽ പിന്നെ നമുക്ക് ആ കുഞ്ഞിനെ ഇല്ലാതാക്കണ്ടേ എന്നൊക്കെ മോഹിനി നിൽക്കുന്നതറിയാതെ പ്രതാപൻ ചോദിക്കുന്നുണ്ട്. എന്റെ മോളുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കണ്ട. അങ്ങനെയൊന്നും ഇല്ലാതാകുന്നതല്ല ആ കുഞ്ഞ്. നിങ്ങളൊരു തവണ വിഷം കൊടുത്തതല്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു? അതുകൊണ്ടേ എല്ലാവരും കുറച്ച് ഒതുങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് കയറി ജയിലിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ മോഹിനി ഭീഷണിപ്പെടുത്തുന്നു. ഓ, ഇപ്പൊ നിങ്ങക്ക് സമാധാനമായി കാണുമല്ലോ. മകൾക്ക് നല്ലൊരു ജീവിതമായി, ഇപ്പൊ ഒരു കുഞ്ഞുമായി. അവസാനം ഒന്നുമില്ലാതെ നിൽക്കുന്നത് ഞാൻ മാത്രമാണെന്ന് പറയുമ്പോ അതിന്റെ കാരണക്കാരി ആരാടി? ഈ നിൽക്കുന്നതിന്റെ മുത്തശ്ശിയും ഈ അച്ഛനും തന്നെയല്ലേ? അവര് തന്നെയല്ലേ നിന്റെ സന്തോഷം തല്ലിക്കെടുത്തിയത്? ഇത് കേട്ട് പ്രതാപനും മുത്തശ്ശിയും മോഹിനിക്ക് നേരെ ചീറിപ്പായുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്കൊരു പേടി, ഇനി എങ്ങാനും കേസും കാര്യങ്ങളായാൽ ആകെ പ്രശ്നമാവും. അങ്ങനെ കരുണയെ സമാധാനിപ്പിക്കുകയാണ് പ്രതാപൻ. അച്ഛനിപ്പോൾ ആകെ വിഷമത്തില മോളെ. ആ കണ്ണന്റെ അച്ഛന്റെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോ, ആ ഇവിടെ കണ്ണന്റെ അച്ഛന്റെ ശല്യം, അവിടെ ആ കണ്ണന്റെ ശല്യം. എന്തായാലും അവൾ ആ വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് മാത്രമേ ചെറിയൊരു ആശ്വാസമുള്ളൂ. അവൾ ലേഖയുടെ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന അയാളുടെ ഉത്തരവ്. അങ്ങനെ പ്രതാപം പറയുന്നുണ്ട്, തൽക്കാലം എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്താന്ന് വെച്ചാൽ സഹിക്കുക, അതല്ലാതെ വേറെ മാർഗമില്ലെന്നൊക്കെ പറയുന്നു. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അവസാനമായിട്ട് അവൾ പറഞ്ഞിട്ട് പോയതും മറ്റൊന്നുമല്ല അച്ഛാ. അതാണ് എനിക്ക് ആകെ വിഷമായത്. അതെനിക്ക് സഹിക്കാനും കഴിയുന്നില്ല. കമലേശ്വരം വീട്ടിൽ അവൾക്കാണത്രേ എല്ലാ തരത്തിലും അവകാശമുള്ളത്. ഞാൻ അവിടുത്തെ ശരിക്കും ഒരു വേലക്കാരി മാത്രമാണ്. അവള് ഇറങ്ങി പോവാനടക്കം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു.
എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് തൽക്കാലം മോൾ അവിടെ തന്നെ നിൽക്കും, അല്ലാതെ മറ്റൊരു വഴിയും ഇല്ലെന്ന്. ഇത് കേട്ട് കരുണയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. എന്തായാലും എല്ലാം കൊണ്ടും കരുണയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കും ഈ ഒരു വാർത്ത താങ്ങാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെ മോഹിനിയാണെങ്കിൽ മഹിയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ അവിടെ നടന്ന സകല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഇനി കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മോഹിനിയും മഹാലക്ഷ്മിയും ഉപദേശിക്കുകയാണ്. അങ്ങനെ വിഷു ഗംഭീരമായി തന്നെ സദ്യയൊക്കെ കഴിച്ച് മഹാലക്ഷ്മിയും കണ്ണനും മഞ്ജുവും സാഗറും അനന്തവും ലേഖയും എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നുണ്ട്. ശത്രുക്കളാണെങ്കിൽ ഒരുമിച്ച് നീറിപ്പുകയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം പിന്നീട് എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.